ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീഷോയിൽ നിന്നും കുറഞ്ഞ വിലയിൽ വാങ്ങിയിട്ടുള്ള കുറച്ച് കിച്ചൺ ഐറ്റമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകാം. ഇതിൽ ചില ബോക്സസൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കൊറിയർ വരുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ബോക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ സാധനങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോക്സസാണ്. ഇതിൽ 6 ബോക്സ് ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് നല്ല ഗുണനിലവാരമുള്ള പ്ലാസ്റ്റിക് ആണ്. അതേമാതിരി മൂടി നല്ല ടൈറ്റ് ആയതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഒരിക്കലും കേടാകില്ല. നമുക്ക് അടുക്കളയിൽ പെട്ടെന്നൊരു കറി വെക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ വെച്ച് നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പല പല കുഞ്ഞു പാത്രങ്ങളിലായിരിക്കും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. അതിന് പകരം ഈ കണ്ടെയ്നറിൽ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാകും. അതേമാതിരി കറിവേപ്പില വെക്കുകയാണെങ്കിൽ അതിലെ ഇല മാത്രം എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പച്ചമുളകാണെങ്കിൽ അതിൻ്റെ നെട്ട് പോക്കിയിട്ട് വെക്കുക. അപ്പോൾ ഒരുപാട് കാലം ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇഞ്ചിയൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ തോല് പോക്കിയിട്ട് നന്നായി കഴുകി തുടച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ അതിൻ്റെ തൊലി നീക്കം ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ടവലിൽ പൊതിഞ്ഞ് കെട്ടി വെക്കുക. അപ്പോൾ അതിൻ്റെ ഈർപ്പമൊക്കെ അത് വലിച്ചെടുക്കും. അതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അതിൽ കുറച്ച് ടിഷ്യൂ കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് കാലം നിൽക്കുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 157 രൂപയാണ്. അടുത്തത് നമ്മുടെ അടുക്കളയിൽ അത്യാവശ്യം വേണ്ടുന്ന വുഡൻ കട്ടിംഗ് ബോർഡാണ്. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് വുഡൻ കട്ടിംഗ് ബോർഡാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്ലാസ്റ്റിക് മാറ്റിയിട്ട് ഇങ്ങനത്തെ വുഡൻ കട്ടിംഗ് ബോർഡ് വാങ്ങി വെക്കണം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 207 രൂപയാണ്. അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് നോൺ സ്ക്രാച്ച് ഡിഷ് ക്ലോത്ത് ആണ്. പലർക്കും ഇത് അറിയില്ലായിരിക്കും അല്ലേ. പരിചയപ്പെടാം നമുക്ക്. മീഷോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 ഡിഷ് ക്ലോത്തും ഒരു ബ്രഷാണ് കാണുക. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്നത് ബ്രഷിന് പകരം 10 ഡിഷ് ക്ലോത്താണ്. അടുക്കളയിൽ പാത്രം കഴുകാൻ വളരെ എളുപ്പമാണ്. ഇതുണ്ടെങ്കിൽ കയ്യിൽ പിടിക്കാനും നല്ല ഒതുങ്ങുന്നതാണ്. ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ചെറിയ അംശങ്ങളൊക്കെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കൂലേ. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 84 രൂപയാണ്. അടുത്തത് ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. 3 ഫ്രൂട്ട്സ് നൈഫാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതേമാതിരി പ്രിൻ്റഡ് ആയിട്ടുള്ളതാണ്. നല്ല മൂർച്ചയുണ്ട് കേട്ടോ. ഞാൻ ഒരു ആപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങുമ്പോൾ മൂർച്ച ഉണ്ടാകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നല്ല ഷാർപ്പായിട്ടുള്ള ഒരു നൈഫാണ്. അതേമാതിരി ക്വാളിറ്റി ആണെങ്കിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ആപ്പിൾ മുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല മൂർച്ചയുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാണ്ട് മുറിക്കുകയാണെങ്കിൽ കൈ മുറിഞ്ഞു പോകും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 179 രൂപയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് സ്പൂണൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഒരു ബാസ്ക്കറ്റ് മാതിരിയിട്ടുള്ള സ്റ്റീലിൻ്റെ തന്നെ സ്പൂൺ റാക്കാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ അടിയിലൊക്കെ തുരുമ്പ് പിടിച്ചു പോകും. ഇതാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നതല്ല. ഈ സ്റ്റാൻഡിൻ്റെ റേറ്റ് വരുന്നത് 114 രൂപയാണ്. അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് സിങ്ക് ഡിഷ് റാക്കാണ്. ഇതും കിച്ചണിലേക്ക് വേണ്ടുന്ന ഒരു സാധനം തന്നെയാണ്. സാധാരണ എല്ലാവരും പ്ലാസ്റ്റിക് ബാസ്ക്കറ്റുകളിലൊക്കെ ആയിരിക്കും പാത്രം കഴുകിയിട്ട് വെക്കുക. ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ള വെള്ളം ഊർന്നിറങ്ങിയിട്ട് കിച്ചൺ കബോർഡ് ഏത് സമയവും നനഞ്ഞു കിടക്കും. അതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ഈ പ്രൊഡക്റ്റ്. ഇതിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു റാക്ക് ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഇതിൻ്റെ അടിയിലോട്ട് പോകും. ഇത് സിങ്കിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ വെള്ളം സിങ്കിലേക്ക് ഒഴുകി പോകുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 228 രൂപയാണ്. അടുത്ത പ്രൊഡക്റ്റ് പ്രസ് ഡിഷ് വാഷർ സെറ്റാണ്.
ഇതിൻ്റെ താഴെയുള്ള ബോക്സിൽ ലിക്വിഡും വെള്ളവും നിറച്ച ശേഷം മുകളിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 133 രൂപയാണ്. ഞാൻ വാങ്ങിയിട്ടുള്ള എല്ലാ കിച്ചൺ പ്രൊഡക്ട്സും നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.